സ്വപ്ന ട്രിപ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഫീസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് അൽഖർജിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനടുത്തുള്ള ഒരു ചെറിയ സ്പോട്ട് ഉണ്ട്, അതൊന്ന് കണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിരിക്കുകയാണ്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പോട്ടാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വഴിയെ പറയാം. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇനി റിയാദിലെ ഇൻഡസ്ട്രിയൽ സിറ്റിയുടെ ആരംഭമാണ്. ഇതാണ് അൽഫനാർ ഇൻഡസ്ട്രിയൽ സിറ്റി. ഇത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഈന്തപ്പനത്തോട്ടാണ്. താഴെ നല്ല പച്ച പുൽത്തകിടിയിൽ ഓപ്പൺ സ്പേസിൽ കിടക്കുന്ന ഒരു ഈന്തപ്പനത്തോട്ടം. പബ്ലിക്കിനൊക്കെ കയറാൻ പറ്റുന്നതാണ്. ഇത് അൽഫനാർ എന്ന് പറയുന്ന വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അവർ ചെയ്തിട്ടുള്ള ഒരു ഈന്തപ്പനത്തോട്ടാണ്. ഒരു പാർക്ക് പോലെ ഫാമിലികൾക്കൊക്കെ വന്ന് ഇരിക്കാൻ പറ്റുന്ന തരത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പാർക്കാണ്. നല്ല രസമുണ്ട്. അപ്പോൾ എൻ്റെ ജോലിയൊക്കെ തീർത്തു. അപ്പോൾ ഇനി ഇവിടെ അടുത്തൊരു സ്ട്രോബെറി ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി ഉണ്ട്. അതായത് ഒരു സ്ട്രോബെറി ഫാം, വേറെയും കുറേ ഫ്രൂട്ട്സുകളൊക്കെ വിളയിക്കുന്ന ഒരു ഇൻഹൗസ് ഫാമാണ്. രസമുള്ള സ്ഥലമാണ്. നിങ്ങൾ പല റിവ്യൂവും കണ്ടു. പിന്നെ നമുക്ക് അവിടുന്ന് ഇത് പറിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതൊന്ന് പോയി നോക്കട്ടെ. എന്തായാലും അതിനടുത്തെത്തിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിഷ്വൽസ് കാണിക്കാം. ഇപ്പോൾ സീസൺ ആണോ അല്ലയോ എന്നൊന്നും അറിയില്ല. ഇതിൻ്റെ അടുത്ത് ഞാൻ ജോലി ആവശ്യാർത്ഥം വന്നപ്പോൾ ഒന്ന് കയറി നോക്കാന്നേ ഉള്ളൂ. ഒന്ന് പോയി നോക്കാം. ബഹീർ ഫറാവുല എന്നാണ് ഇതിൽ അറബിയിൽ ഇതിൻ്റെ പേര്. പിന്നെ ഇവിടെ ഒരു പോളി ഹൗസ് ഫാമിംഗ് സ്റ്റൈലിൽ ഇവർ സ്ട്രോബെറി, അതുപോലെ തന്നെ ഫിഗ്, വേറെ എന്തൊക്കെയോ ബെറികളൊക്കെയാണ് ഇവർ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇവിടെ നമുക്ക് കാണാം പോളി ഫാം ഹൗസുകൾ. വലിയ ഫാനൊക്കെ കറങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, എപ്പോഴും കൂളിംഗ് നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അത്രയും വലിയ ഫാൻ വർക്ക് ചെയ്യുന്നത് തോന്നുന്നു. പുറത്ത് ഒരു 4-5 വണ്ടികളൊക്കെ ഉള്ളൂ. ഇവിടെ നോക്കിയാൽ അറിയാം ഇതൊരു ഒഴിഞ്ഞ സ്ഥലമാണ്. ഇതാണ് ഇതിൻ്റെ എൻട്രി. നമ്മൾ കയറുന്ന സ്ഥലത്ത് കാണുന്നത് ഈ ഒരു കാഴ്ചയാണ്. നമ്മുടെ നാട്ടിലെ വാഗപ്പൂ പോലത്തെ ഒരു പൂവാണല്ലോ. ഇതായിരിക്കും ചിലപ്പോൾ അവർ ഉദ്ദേശിച്ച ലേക്ക്. ഇതൊരു സ്വിമ്മിംഗ് പൂളിൻ്റെ വലിപ്പമേ ഉള്ളൂ. സംഗതി രസമുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ തണുപ്പ് തുടങ്ങിയതുകൊണ്ട് വലിയ റിസ്ക് ഇല്ല. നല്ല കൂൾ കാലാവസ്ഥയിൽ വന്നിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കുന്നവർക്ക് ഒരു വൈകുന്നേരം ഇവിടെ വന്നിട്ട് ഒരു 1-2 മണിക്കൂറൊക്കെ എൻജോയ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉള്ളിൽ കയറിയതിന് ശേഷം ബാക്കി അറിയാം. അതാ ഹുവ മസൂലിന. വാവ്. അങ്ങനെ ഞാൻ ഇത് സ്ട്രോബെറി ഫാമിലേക്ക് കയറിയിരിക്കുകയാണ്. ഇത് ഓഫ് സീസൺ അല്ല. موسم خلاص ولا كيف؟ هذا موسم جديد الحين يجي. اوكي. يعني ممكن بعد برد يجي زيادة؟ يجي زيادة. اوكي هي زيادة. اوكي طيب. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൈഫിൽ ഒരു സ്ട്രോബെറിയുടെ മാത്രമായിട്ടുള്ള ഫാമിലേക്ക് ഇങ്ങനെ കയറി പോകുന്നത്. അതിൻ്റെ ഒരു ചെറിയ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എപ്പോഴും ഫ്രൂട്ട്സ് കായ്ച്ച് നിൽക്കുന്നതും അതിൽ നിന്ന് പറിക്കുന്നതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പലർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരുപാട് കായകൾ പഴുത്ത് നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. നമുക്കൊരു ചെറിയ ബോക്സ് തരും. അതിനെങ്ങാണ്ട് 20 റിയാലും കണ്ടാണ്. അതിൽ നമുക്ക് ആ ബോക്സിൽ കൊള്ളുന്ന അത്രയും നമുക്ക് പറിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കൊണ്ടുപോകാം. നമ്മുടെ നാട്ടിൽ നിലത്ത് ഈ പോളി ഫാം ഹൗസുകളോ അല്ലെങ്കിൽ ഓപ്പൺ സ്പേസിലോ നിലത്ത് ഇതുപോലെ കൃഷി ചെയ്യാറാണ് പതിവ്, ചെറിയ തൈകളായിട്ട്. ഇവിടെ പിന്നെ നിലത്ത് അങ്ങനെ പറ്റില്ലല്ലോ, അതിന് പറ്റിയ മണ്ണല്ലാത്തതുകൊണ്ട് ഇതുപോലെ പൈപ്പുകളിൽ സെറ്റാക്കിയേക്കുവാണ്. ഇവിടെ ഒരു വലിയ കായ. വാവ്, പഴുപ്പാകുന്നുള്ളൂ. ഇവിടെയുണ്ട്. അപ്പം സൗദി അറേബ്യയിൽ, അതും റിയാദിൽ 40 മുതൽ 48 ഡിഗ്രി വരെ ചൂട് വരുന്ന റിയാദിൽ തണുപ്പ് കാലത്ത് -1 വരെ തണുപ്പ് വരുന്ന റിയാദിൻ്റെ തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള അൽഖർജിലാണ് ഈ ഒരു സ്ട്രോബെറി ഫാം ഉള്ളത്. ഇപ്പോൾ എൻ്റെ ഒരു ഭാഗ്യത്തിന് ആ ആൾ പറഞ്ഞത്, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ ഒരാഴ്ച ടിക്കറ്റ് ഫ്രീ ആണെന്ന് പറഞ്ഞു.
ഇത് നല്ലൊരു മുഴുത്ത സ്ട്രോബെറി. അങ്ങനെ ഒരു 10 റിയാലിൻ്റെ ലാഭമുണ്ട്. സാധാരണഗതിയിൽ ഇവിടെ 10 റിയാൽ എൻട്രൻസ് ഫീ ഉണ്ട് അഡൽസിന്, കുട്ടികൾക്ക് 5 റിയാൽ. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെയോ പൂക്കളും അത്തിപ്പഴം വേറെ കുറേ ബെറീസൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നോക്കാം. നല്ല രസമുണ്ട്, ഒരുപാടുണ്ട് ചുമന്ന് നിൽക്കുന്ന ഇടക്ക്. ഇപ്പോൾ ഏതൊക്കെയാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ഇതിൽ എനിക്ക് തോന്നുന്നത് ലക്ഷക്കണക്കിന് ചെടികളുണ്ടാവും ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ. ഇത് പുതുതായിട്ട് കായ്ച്ച് വരുന്നുണ്ട്. അറിയാലോ, പോളി ഫാമിംഗ് എന്ന് പറയുന്ന സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട്. ഇതുപോലെ ടെമ്പറേച്ചറൊക്കെ കൺട്രോൾ ചെയ്തിട്ടാണ് ഇവിടെ ഇത് പിന്നെ വളർത്തുന്നത്. പ്രത്യേകിച്ച് സ്ട്രോബെറിക്ക് വളരെയധികം കൂളായിട്ടുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. നമ്മുടെ നാട്ടിൽ തന്നെ മൂന്നാറിൽ, വട്ടവടയിൽ, വയനാടിൻ്റെ ചില പ്രദേശങ്ങളിലൊക്കെയാണ് സ്ട്രോബെറി ഉള്ളത്. സ്ട്രോബെറി വ്യാപകമായി കൃഷി ചെയ്യുന്നത് വട്ടവടയിലാണ്. കാരണം അവിടെ മിക്ക സമയങ്ങളിലും തണുപ്പാണ് അവിടുത്തെ കാലാവസ്ഥ. സൗദി അറേബ്യയിൽ തന്നെ തായിഫിൽ, അതുപോലെ അൽബാഹ, അബഹ ഏരിയകളിലൊക്കെ ഇതുണ്ട്. കാരണം അവിടെ അധിക സമയങ്ങളിലും തണുപ്പാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച. ചില സമയങ്ങളിൽ അത്തിപ്പഴം, അതുപോലെ തന്നെ സ്ട്രോബെറി അല്ലാത്ത വേറെ കുറേ ബെറികളുണ്ട്. ബ്ലാക്ക് ബെറി, പിന്നെന്താ റാസ്ബെറി, ഇത് രണ്ടും ഉണ്ടാവാറുണ്ട് പറഞ്ഞു. ഇപ്പോൾ അവിടെ മെയിൻ്റനൻസ് നടക്കുവാണ്. ചിലപ്പോൾ ഈ ഒരു തണുപ്പിൻ്റെ സീസൺ കൂടുന്നതിനനുസരിച്ച് അതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതേ എൻ്റെ അടുത്ത് സ്ട്രോബെറി കിടക്കുന്നു. ഇങ്ങനെ പറിക്കാം. ഫ്രഷാണ്, ഫാം ഫ്രഷാണ്. ഇത് ഇച്ചിരി പുളിയാ. ഇതെവിടെ നല്ല മധുരമുണ്ട്. അപ്പോൾ സ്ട്രോബെറി തോട്ടത്തിലൂടെ ഇങ്ങനെ നടക്കുവാണ്. ഇതിപ്പോൾ ഏത് പറിക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. എന്തായാലും പിന്നെ 20 റിയാലിൻ്റെ ആ ബോക്സ് വാങ്ങിക്കാൻ തീരുമാനിച്ചു. അത് വാങ്ങിച്ചിട്ട് ഒരു പാക്കറ്റ്, ഒരു ബോക്സ് നിറയെ ഇത് എടുക്കണം. ഇതാണ് അത്തിപ്പഴം, ഹൈബ്രിഡാണ്. കാരണം ഇത് വലിയ മരമാവുന്ന സാധനമാണ്. അപ്പോൾ ഹൈബ്രിഡ് അത്തിപ്പഴമാണ്. അയ്യോ, നിറയെ ഉണ്ട്. ഇല്ലേ, ഇതാണ് ഫിഗ് എന്ന് പറയുന്ന അത്തിപ്പഴം. പഴുത്തിട്ടില്ല, പക്ഷെ നല്ല കാഴ്ച നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്തിപ്പഴം ഇഷ്ടം പോലെ നല്ല ഫ്രഷ്, ഫാം ഫ്രഷ് ഹൈബ്രിഡ് അത്തിപ്പഴം, നല്ല ക്വാളിറ്റിയുള്ള അത്തിപ്പഴം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇതാ കണ്ടില്ലേ, ഭയങ്കര മധുരമായിരിക്കും ഇതിന്. യങ്ങാണ്, ചെറിയ കായകളാണ്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത്രയും അടിപൊളിയായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത്തിപ്പഴം മുന്നേ കണ്ടിട്ടുണ്ട്. നമ്മൾ കുറച്ച് വലിയ മരത്തിൽ തന്നെ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോസിൽ നിന്നൊക്കെ കാണാം. അതിൽ നിന്നൊക്കെ പറിച്ചിട്ടൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഇതുണ്ട, ഇത് ഏകദേശം 31 സാധനമാണ്. കണ്ടില്ലേ, എൻ്റെ അത്ര വലിപ്പമുള്ളൊരു അത്തിമരമാണ്. അതിൽ ഏകദേശം ഒരു 50ൻ്റെ പുറത്ത് കായകളുണ്ട്. ഇത്രയും കായകളുണ്ട്. ഒരു 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളവെടുപ്പിന് പാകമാവും. സംഗതി അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ടാണ്, നേരത്തെ പറഞ്ഞ പോലെ സ്ട്രോബെറീനെ പറ്റി പറഞ്ഞ പോലെ തന്നെ അത്തിപ്പഴത്തിൻ്റെ ഇത്രയും വലിയൊരു ഫാമിൽ ആദ്യമായിട്ടാണ്. ഒരുപാട് അങ്ങോട്ടുണ്ട് കേട്ടോ. ഞാൻ കൂടുതലൊന്നും നടക്കുന്നില്ല, കാരണം ഇനി അപ്പുറത്തേക്ക് വേറെ ഉണ്ട്. അല്ലേ, അങ്ങേരിത് പറിച്ചു തന്നതാണ്. മൂപ്പര് പറഞ്ഞത് 1 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴുക്കും എന്നാണ്.
കണ്ടാ അത്തിപ്പഴം. ഇത് കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ പാറോത്തുകായ ഉണ്ടായ പോലെയാണ് അത്തിപ്പഴം ഉണ്ടായിരിക്കുന്നത്. നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങേർക്ക് 2 എണ്ണം പറിച്ചു തന്നു. നല്ല മധുരം എന്ന് പറഞ്ഞാൽ നല്ല മധുരം. കണ്ടാ ഇലേനെക്കാളും കൂടുതൽ കായകളാണ്. ഇഷ്ടം പോലെ ഉണ്ട്. ഒരു 500 തൈകളുണ്ട് ഇവിടെ. അങ്ങനെ ഒരുപാട് നിറയെ നാരങ്ങകളാണ്. ഇത് എന്ത് നാരങ്ങയാണെന്നുള്ള എനിക്കറിയില്ല, പക്ഷെ നല്ല മണമുണ്ട്. ഇത് പഴുത്തിട്ടുമുണ്ട്. ചോദിക്കട്ടെ പറിക്കാൻ പറ്റുമെന്ന്, ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം നാരങ്ങ, അത്തിപ്പഴം, അതിനുശേഷം ദേ ഞാനൊരു വേറെ ബെറി തോട്ടത്തിലേക്ക് കയറുകയാണ്. കായ ആയിട്ടില്ല. അതോ മൾബറി ആണോ? മൾബറി ആയിരിക്കും. ഇത് മൾബറിയാണ്. ഓക്കെ, വലിയ മൾബറിയുടെ തോട്ടമാണ്. ഇവിടെ കായ്ച്ചിട്ടില്ല. ചിലപ്പോൾ 1-2 മാസം കഴിഞ്ഞാൽ കായ്ക്കാൻ സാധ്യതയുണ്ട്. ഇനിയാണ് നമ്മുടെ ഐറ്റം. ഇതാ പപ്പായ. കണ്ടില്ലേ, ഇഷ്ടംപോലെ പപ്പായ ചെടികളുണ്ട്. ഒക്കെ കായ്ച്ചിട്ടുണ്ട്. വലിയ കായ ഉണ്ടാകുന്നതാണെന്ന് അങ്ങനെ പറഞ്ഞത്. ഇതിലങ്ങോട്ടേക്ക് പോകാൻ വലിയ പാടാ. ഇവിടെ ഇതേ റോസാപ്പൂക്കളുണ്ട്. നല്ല കുറേ അടിപൊളി റോസാപ്പൂക്കളെ കാണിക്കാം. വെള്ളയുണ്ട്, നല്ല കടും ചുവപ്പുണ്ട്, പല കളറിലുണ്ട്. ലൈറ്റ് പേർപ്പിൾ കളറിൽ പൂവ്. ഇതൊന്നും റോസാപ്പൂവ് തന്നെയാണ്. എന്തെല്ലാം വെറൈറ്റി. അതേ വെള്ള കളറിൽ സൂപ്പർ. പൂവിൻ്റെയും അതുപോലെ പപ്പായ, ബെറീസ്, അതുപോലെ അത്തിപ്പഴം, അതിനുശേഷം നാരങ്ങ, കുറേ അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾക്ക് ശേഷം വീണ്ടും സ്ട്രോബെറിയുടെ അവിടെ തന്നെ എത്തിയിരിക്കുകയാണ്. ഇനി അവരുടെ അടുത്ത് ചോദിക്കണം അത് പറിക്കാനുള്ള എങ്ങനെയൊക്കെയാണ് പ്രൊസീജിയർ എന്നുള്ളത്. ആളെ കണ്ടിട്ടൊന്ന് നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 20 റിയാൽ കൊടുത്താൽ നമുക്ക് ഒരു പാക്കറ്റ് സ്ട്രോബെറി പറിക്കാം. അതിൻ്റെ പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നും. കാരണം നമുക്കൊരു 8 റിയാൽ 10 റിയാലിനൊക്കെ മാക്സിമം ഒരു പാക്കറ്റ് കിട്ടും. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ ഫാമിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ തിരഞ്ഞ് പറിച്ചെടുക്കുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. അതിപ്പോൾ 20 അല്ല 50 കൊടുത്താലും ഭയങ്കര രസമാണ്. ആ ഒരു എക്സ്പീരിയൻസിലേക്കാണ് നോക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 20 റിയാൽ കൊടുത്തിട്ട് ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഇതാണ് ബോക്സ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറിയ ബോക്സാണ്, എന്നാലും ഒരു 10-50 കൊള്ളും. ഇതിൽ നിറയെ നമുക്ക് കൊണ്ടുപോകാം. ഒരു കത്രികയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഹായ്, കറക്റ്റ് പാത്രത്തിലേക്ക് വീണു. ഇനി ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത് പറിക്കാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 20 റിയാൽ എന്നുള്ളതല്ല ഇതിൻ്റെ ഒരു വാല്യൂ. നമ്മളിതേപോലെ ഇങ്ങനെ തോട്ടത്തിൽ കയറി പറിക്കുമ്പോഴുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അതാണ്. ഇത് പറിക്കലും വീഡിയോ എടുക്കലും കൂടെ ഒരുമിച്ച് നടക്കില്ല. അതുകൊണ്ട് ഇത്രയും നേരം ആയതുകൊണ്ട് ഇത്രയും നമ്മൾ പറിച്ചു. ഇനി അങ്ങനെ പറിക്കാനുണ്ട്. ഒറ്റ കൈ കൊണ്ട് ഇതെല്ലാം കൂടെ ചെയ്യൽ നടക്കില്ല. അതുകൊണ്ട് പറിച്ചതിന് ശേഷം കാണിച്ചു തരാം. സൂപ്പർ. അപ്പോൾ ഏകദേശം ഒരു 350-400 ഗ്രാമോളം ഞാൻ സ്ട്രോബെറി പറിച്ചു. പാത്രം നിറയുമ്പോൾ ഞാൻ 2-3 എടുത്തിട്ട് വായിലിടും. നമുക്ക് എത്ര വേണേലും കഴിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. അതിനൊന്നും ഒരു ലിമിറ്റേഷനും ഇല്ല. ഇതാണ് ഞാൻ പറിച്ച ഫാം ഫ്രഷ് സ്ട്രോബെറി. കണ്ടില്ലേ, നിറയെ ഉണ്ട്. നല്ല മധുരമുണ്ട്, നല്ല പുളിപ്പുള്ളതുകൊണ്ട്. പഴുപ്പ് കൂടുന്നതിനനുസരിച്ച് മധുരമുണ്ട്, പുളിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ സലാഹുദ്ദീൻ. ബൈ.